ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂസ്ഡ് നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗോൾഡ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തു പോയ ടൈമിൽ എന്താണ് മേജർ ടെന്നിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഒരു മൈനർ ടെന്നിൻ്റെ സാധ്യതയായിരുന്നു ഗോൾഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ മൈനർ ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം തന്നെ നമുക്ക് ഇവിടുന്ന് ട്രേഡോ കാര്യങ്ങളൊന്നും പിന്നെ ഇല്ലായിരുന്നു. പിന്നീട് മാർക്കറ്റ് മേജർ ടെന്നിലേക്ക് വന്നെങ്കിലും നമുക്ക് എൻട്രി കൺഫർമേഷനും കാര്യങ്ങളും അവിടെ നിന്നില്ല. അപ്പോൾ അവിടെ നിന്നും എൻട്രി കിട്ടിയിട്ടില്ല. ഇനി ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് മൈനർ ട്രെൻഡിലേക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ട് ഹൈയിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ ആയിട്ട് കിട്ടിയത് ഈ ഒരു പ്രൈസാണ്. ഒരു തൊട്ട് താഴെ തന്നെ നോക്കുകയാണെങ്കിൽ ഗോൾഡിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ ദിവസം ഗോൾഡിൽ ഏറ്റവും സാധ്യത ഉള്ളൊരു എൻട്രി എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ലിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ മേജർ ട്രെൻഡിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയേക്കുന്നത്. ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നല്ലൊരു എൻട്രിക്ക് സാധ്യതയുണ്ട്. ഇനി അതേപോലെ തന്നെ ഗോൾഡിൽ എന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ലോയിലേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് മൈനർ BOS ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൽ സോണോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് നമുക്ക് അവിടെ നിന്നും സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ. ഇനി ഇതിന് ശേഷം പ്രൈസ് വന്നിട്ട് എന്താണ് ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാന്നിരിക്കട്ടെ. ഈ ഒരു സെല്ല് വന്നതിൻ്റെ ഒരു ഹൈനെയാണ് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് പ്രൈസ് വന്ന് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റോ ഏതെങ്കിലും ബൈയിങ് സോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ നോക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരിക്കും വരുന്നത്. ഇനി ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിലുള്ള ലെവൽസ് കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഇപ്പോൾ ഇതിനകത്തുള്ള ഫസ്റ്റ് സാധ്യത എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈയിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ സെല്ലിലേക്കാണ് നോക്കി പോകാനായിട്ടാണ് പറ്റുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് ഗോൾഡിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തു പോയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് പിന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരിക്കും ഉണ്ടായിരുന്നത്. ഇവിടുന്ന് മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. അവിടെയും ട്രേഡ് ഇല്ലായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ന്യൂസിൻ്റെ ടൈമിലായിരുന്നു ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നത്. ആ ടാർഗറ്റ് വന്നിട്ടുമുണ്ട്. പിന്നീടുള്ള ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡിന് ശേഷം ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നോക്കാമെന്ന്. അവിടുന്ന് പ്രൈസ് റെസ്പെക്ട് ചെയ്ത് അത്രയും താഴെ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ അത്ര ഓക്കെ അല്ലായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്ത് മേജർ ഹൈനെ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ മേജർ ഹൈനെ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ട്രെൻഡ് ഇപ്പോൾ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ സെല്ലിലേക്ക് ഒരു ട്രെൻഡും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താണ് യൂറോ യൂസ്ഡിയിൽ. ഇപ്പോൾ ഇതിൽ നോക്കി ഇവിടെ വേറെ ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം യൂറോ യൂസ്ഡിയിൽ ഫസ്റ്റത്തെ ഒരു സാധ്യത വരുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്നൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. അതല്ല ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത് തന്നെ വരുന്ന ഈ സെല്ലിംഗ് സോണോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊരു നമുക്ക് സെല്ലിംഗ് സോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഈ പ്രീമിയത്തിലൊരു സെൽ സോണും ഉണ്ട്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിലും ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യണം. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ലോയിന് ബ്രേക്ക് ചെയ്താലേക്ക് ഹൈ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഈ സെല്ലിംഗ് സോണിൽ നിന്നോ ഈ സെല്ലിംഗ് സോണിൽ നിന്നോ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് എൻട്രി നോക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് യൂറോ യൂസ്ഡിയിൽ കാണുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് ബൈയിലേക്ക് വേറെ ലെവൽസോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഏറ്റവും ലോയിലാണ്. ഓക്കെ അല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ലോ ഇത് ബ്രേക്ക് ചെയ്താലേ പിന്നെ നമുക്കൊരു അടുത്ത ട്രേഡ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയാണ്. ഒരു ട്രെൻഡ് കൺഫേം ആയിട്ടുണ്ട്. വേറെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലോയിലാണ്. ഇതുവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രെൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ട്രെൻഡ് വീണ്ടും സെല്ലിലേക്ക് വരുന്നുണ്ടെന്നാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡുകൾ നോക്കി പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ അല്ല. ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്കും കൂടെ വരാം. നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി ഏരിയ അത്രത്തോളം കറക്റ്റായിരുന്നു. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും സാധ്യതയുള്ള ലിക്വിഡിറ്റി ആയിരുന്നു. പ്രൈസ് അത്രയും മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താണ് ഈ ലോയിൽ നല്ലൊരു എൻട്രിയോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇവിടുത്തെ ഒരു ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാതെയൊക്കെയാണ് പോയത്. ഒരു 5 മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ അല്ലേ. ഇതിന് ശേഷം ഇന്നത്തെ ദിവസം നോക്കാനായിട്ട് പറ്റുന്ന ലിക്വിഡിറ്റി ഏരിയ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ് വരുന്നത്. സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ ഓക്കെ അല്ലേ ഇതിന് മുകളിലോട്ടുള്ള ഈ ഒരു ഹൈ ഒക്കെ ആയിരിക്കും നമുക്ക് സെല്ലിലേക്ക് നല്ലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. മേജർ ഇൻഡ്യൂസ്മെൻറ്റ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബൈയിലേക്ക് നോക്കാനാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് എന്താണ് ഈ ഒരു ലെവലും നോക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റ് പ്രൈസ് കാര്യങ്ങൾ ഞാനിവിടെ സൈഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ഒന്ന് ഈ ഹൈയിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ തൊട്ടടുത്ത് ലോയിൽ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഹൈയിലേക്ക് എത്തുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു എൻട്രി നോക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ തന്നെ പ്രൈസ് കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിനകത്തേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സാധ്യതയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അത് ഫസ്റ്റ് 50 മില്യൺ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ലിക്വിഡിറ്റിയിലേക്ക് വന്ന് കൺഫർമേഷൻ ഇല്ലാന്നാണെങ്കിൽ പിന്നെ സെയിം ഡേയിൽ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ല. അപ്പോൾ ഇത്രയും സാധ്യതകളാണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ നല്ല നല്ല ട്രേഡുകൾ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഈവനിങ് പിന്നെ അധികം അഗ്രസീവ് ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.